കടന്നുപോയി. നൂറുകണക്കിന് ജനം ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ട ദിനങ്ങൾ നമ്മെ വിട്ട് കടന്നു പോയല്ലോ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും സ്തോത്രം. ഇന്ന് പകലിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഇന്ന് പകലില് യോബിന്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് 7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലാണ് യോബ് ഒരു ഉപമയിൽ കൂടെ ആമേൻ താൻ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. യെസ്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. സ്തോത്രം. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും 9-ാമത്തെ വാക്യം, വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർ വിടും. എന്താ ഈ പകൽക്കാലം ഇങ്ങനെ ഒരു ദൂത്? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഉറപ്പായിട്ടും ദൈവജനം ഈ പകൽക്കാലം അറിയണം. ദൈവം വിളിച്ചിറക്കിയ ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയാൻ, മാറ്റി നിർത്താൻ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയില്ല. സ്തോത്രം. യോബിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഒറ്റയ്ക്ക് തരണം ചെയ്തൊരു മനുഷ്യനാണ്. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെല്ലാം തന്നെ വിട്ട് മാറി നിന്നു. താൻ ഒറ്റയ്ക്ക് തൻ്റെ സങ്കടങ്ങൾ കടിച്ചമർത്തി. ആമേൻ. തന്നെ ഒരു ആശ്വാസ വാക്കുപോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കരഞ്ഞും വിലപിച്ചും പ്രാർത്ഥിച്ചും അയ്യം വിളിച്ചും ഒക്കെ തൻ്റെ ഒരു ആമേൻ ശിഷ്ടകാലം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ യോബിനെ ദൈവം കണ്ടു എങ്കിൽ, ദൈവകുഞ്ഞെ, തൻ്റെ വായിന്ന് വന്ന വാക്കുകളാ. സ്തോത്രം. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും, കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആറ്റരകത്ത് നിൽക്കുന്ന വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിൻ്റെ വേര്, ഹല്ലേലൂയ, ഏറ്റവും ആഴത്തിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് പോലും കാണുവാനോ ചിന്തിക്കുവാനോ കഴിയാതെ അനേക ശാഖകളായി ഭൂമിക്കടിയിൽ നിന്ന് പല ഭാഗത്തേക്ക് ഇത് പാസ് ചെയ്യും. വെള്ളം എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഈ വേരുകളെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഒരു ദൈവം വിളിച്ചിറക്കിയ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. എത്ര കാറ്റടിച്ചാലും, എത്ര മഴ ഇല്ലെങ്കിലും, എത്ര വേനലാണെങ്കിലും, എത്ര പ്രശ്നം അടിച്ചാലും ദൈവം നട്ടതിനെ, ഹല്ലേലൂയ, അതിനൊരു പ്രത്യാശയുണ്ട്. ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം. പഴകിയ വിഷയമാണോ? ആമേൻ. ഇനി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയമാണോ? പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിലാണോ ഇരിക്കുന്നത്? എങ്കിൽ ഈ പ്രഭാതത്തിൽ
ആമേൻ നിങ്ങളോട് പറയുന്ന ദൂത പ്രത്യാശയോടെ ഇരിക്കെ. ആമേൻ ചിലത് പൊട്ടിക്കിളിർക്കാൻ പോകയാ. പ്രൈസ് ദി ലോർഡ്. ഈ ആമേൻ സ്തോത്രം 15-ാം തീയതി പരിശുദ്ധാത്മാ പറയുന്നു ചിലത് മണ്ണിനടിയിൽ നിന്ന് ഹല്ലേലൂയ ശത്രു കല്ലിട്ട് മൂടിയത് ശബനപരഗതുരി ഇനിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അതിന്ന് പകൽക്കാലം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അതെ ആ കാൽപാദത്തിൻ്റെ സ്പന്ദനം മണ്ണിലേപ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ചില ആഴികൾ തുറക്കപ്പെടുന്ന പകൽക്കാലമാണ്. ആമേൻ ശത്രു മുദ്ര വച്ചിരിക്കുന്ന ചില ആഴികൾ തുറക്കപ്പെടും ദൈവപൈതലേ നിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന നാളുകളായി, ചില മാസങ്ങളായി, വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കീറാമുട്ടിയായ വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ ഇന്ന് പകൽക്കാലം പറ്റും? ആ കർത്താവിനെ ഒന്ന് കരങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പഴകിപ്പോയാലും ചില പഴക്കമുള്ള ചില വിഷയങ്ങൾ, ചില മാസങ്ങളായിട്ട്, ചില വർഷങ്ങളായിട്ട് മുൻപിൽ വച്ചിരിക്കുന്ന ചില തലമുറയുടെ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ആമേൻ അതെ ദൈവത്തിൻ്റെ ഗന്ധം പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം ഇസ്രായേൽ ജനം കുടിച്ച തീങ്കൽ പാറയുടെ നദിയുണ്ടല്ലോ വെള്ളം, അതെല്ലാം ഇന്ന് പകൽക്കാലം തൻ്റെ ജനത്തിൻ്റെ ക്ഷീണങ്ങൾ മാറ്റുന്ന, അവർക്ക് പിന്നെയും ഊർജം പകർന്നു കൊടുക്കുന്ന, മുൻപിലോട്ട് കുതിക്കാനുള്ള ആർദ്രവം ദൈവം കൊടുക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം അതെ ക്ഷീണിച്ചു പോയിരിക്കുന്ന, തളർന്നു പോയിരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം തീങ്കൽപ്പാറയിൽ സ്വരൂപിച്ചു വച്ച വെള്ളത്തെ ജനത്തിനു വേണ്ടി തുറന്നു വിട്ടപ്പോൾ ഇന്ന് പകൽക്കാലം അവർ നൃത്തം ചെയ്ത് സന്തോഷിച്ച് ആമേൻ സ്തോത്രം അവർക്കും മൃഗവാഹനങ്ങൾക്കും വേണ്ടി കർത്താവ് ചില ഉറവകൾ തുറന്നെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ എൻ്റെ കർത്താവ് സർവശക്തൻ. ഹല്ലേലൂയ ആമേൻ. കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ആ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാണെങ്കിൽ ചിലത് പഴകിപ്പോയതിനെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. യോബിനെ ആമേൻ ആശ്വസിപ്പിക്കാൻ ആ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരൊന്നും തനിക്ക് കൂടെയില്ലാതെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെ ഹല്ലേലൂയ ഒരു ദൈവപൈതൽ എപ്പോഴും ചിന്തിക്കണം, ഞാൻ ഒറ്റയ്ക്കുള്ള ലൈഫായിരിക്കും കേട്ടോ. അഭിഷേകം പ്രാപിച്ചവൻ ഒറ്റയ്ക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും ഉണ്ടാകും, പണമുള്ളപ്പോൾ എല്ലാവരും ഉണ്ടാകും, സമ്പത്തുള്ളപ്പോഴും എല്ലാവരും ഉണ്ടാകും, ആരുമില്ലാതില്ല, എല്ലാവരും ഉണ്ടാകും. ആമേൻ. നീ ഒന്ന് കിടക്കുമ്പോൾ, നീ ഒരു കിടരോഗിയാകുമ്പോൾ, ആമേൻ യൂറിയൻ ബെഡിൽ പാസ് ചെയ്യുമ്പോൾ ഒറ്റ എണ്ണം കാണത്തില്ല, എല്ലാം പോകും. അതുവരെ ഞാനും നീയും പറയുന്ന വാക്കുകൾക്ക് അധികാരമുണ്ടായിരുന്നു. നീ കിടക്കുമ്പോൾ നിന്റെ വാക്കുകൾക്ക് ഒരു വിലയില്ല. സ്തോത്രം. ആരും അംഗീകരിക്കാത്തൊരു സമയം വരുമെന്ന് ആമേൻ സ്തോത്രം യോബിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. യോബ് ആമേൻ ആരോഗ്യവാൻ ഇരുന്നപ്പോൾ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ജനത്തിന്. പക്ഷേ വീട്ടുകാർക്കും തലമുറകൾക്കും എല്ലാം യോബ് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ കേൾക്കും. പക്ഷേ അവൻ്റെ ജീവിതത്തിനകത്ത് ചില വേദനകൾ ഉളവായപ്പോൾ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അവൻ പറയുന്ന വാക്കുകൾക്ക് വിലയില്ലാതായി. അങ്ങനെയെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിന്റെ ആരോഗ്യ സമയത്ത് നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവകുഞ്ഞാണെങ്കിൽ നിന്റെ ആരോഗ്യം ക്ഷയിച്ചാലും ആരെല്ലാം നിന്നെ വിട്ടു പോയാലും ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും.
അതാണെന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുന്ന എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിന്റെ ആരോഗ്യം കണ്ട്, നിന്റെ പണം കണ്ട്, നിന്റെ വാക്ചാതുര്യം കണ്ട്, നിന്റെ കഴിവുകൾ കണ്ട്, എല്ലാം കണ്ട് നിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നാളെ നിന്നെ തള്ളിപ്പറയും. ഹല്ലേലൂയ. നാളെ നിന്നെ ഒറ്റപ്പെടുത്തും, നിനക്ക് നേരെ അപവാദം പറയും. കാരണം നീ രോഗിയായി. സ്തോത്രം. നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് ദൈവവുമായി സംസാരിച്ച് മുൻപിലോട്ട് പോകാൻ തയ്യാറാകുന്ന ദൈവകുഞ്ഞെ, നിന്നെ ഇന്ന് പകൽക്കാലം കർത്താവ് പുറത്തെടുക്കും. വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അതിൻ്റെ അതെന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കിളിർക്കും. ഒരു തൈ പോലെ തളിർത്തു വരും. ഇന്ന് പകൽക്കാലം ഒരു തളിർപ്പ് നിനക്ക് വരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു തളിർപ്പ് വരട്ടെ. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, പ്രൈസ് ദി ലോർഡ്, പറയുക, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ഉറപ്പായിട്ടും പ്രത്യാശയുണ്ട്. അതിനൊന്ന് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സ്ത്രീ പ്രസവിച്ച മനുഷ്യന് അല്പ ആയുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. കണ്ടോ? കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവകുഞ്ഞെ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ജനത്തെയും ദൈവം മാനിക്കണം. കർത്താവെ, പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് പകർന്ന് ഒരു മാനിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.